ഫാദർ ഫിലിപ്പ് കവിയിൽ, എന്തുകൊണ്ടാണ് 2 കന്യാസ്ത്രീകളുടെ അറസ്റ്റും അവർക്കെതിരെ മനുഷ്യക്കടത്തും മതപരിവർത്തനവും അടക്കമുള്ള ഗൗരവതരമായ വകുപ്പ് ചുമത്തി കേസെടുത്ത് CBSE അടക്കം പരിവാർ സംഘടനകൾ കത്തോലിക്ക സഭയെ വേട്ടയാടുന്നുവെന്നും അതിനെതിരെയുള്ള നടപടികളെല്ലാം കണ്ണിൽ പൊടിയിടലാണെന്നും ഒറ്റ ശബ്ദത്തിൽ പറയുമ്പോൾ 2 പേർക്ക് ജാമ്യം കിട്ടിയ സമയത്ത് മാർ പാംപ്ലാനി മാത്രം അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും നന്ദി പറഞ്ഞത് അത് ശ്രീ MV ഗോവിന്ദൻ പറയുന്നത് പോലെ ഒരു അവസരവാദ നിലപാടാണോ? അത് വഴിയേ അറിഞ്ഞോളൂ. ഒരുപക്ഷെ അദ്ദേഹം ഇനിയൊരു പിണറായി വിജയൻ സർക്കാർ ഉണ്ടാകരുതെന്ന് ഉള്ളിൽ ആഗ്രഹിക്കുന്നുകൊണ്ടാണോ? ഗോവിന്ദച്ചാമി സംസാരിക്കുന്ന പോലെ ഗോവിന്ദ മാഷ് സംസാരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ല ഉദ്ദേശം. പിന്നെ ഈ അവസരവാദത്തിൻ്റെ ഒക്കെ ചരിത്രം പറഞ്ഞ് ഇനി അദ്ദേഹത്തെ തേജോധം ചെയ്യാനോ അദ്ദേഹത്തിൻ്റെ ഭൂതകാലം ചെയ്യാനോ എനിക്ക് താല്പര്യമില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ് അവസരവാദികളായിരുന്നത്. സത്യത്തിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ ഒരു പ്രമുഖ നേതാവ് ഉപേക്ഷിച്ച് പോയപ്പോൾ ആ കൂട്ടത്തിൽ പോയ ആള് ആണോ ഇദ്ദേഹം എന്ന് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ അവസരവാദപരമായ നിലപാടുകൾ ആരെടുത്തു? RSS ബന്ധമായിട്ടുള്ളത്തെ പറ്റിയുള്ള കാര്യങ്ങൾ തന്നെ ഒരു മാസം മുമ്പ് പറഞ്ഞ ആളാണ്.